ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പ്രോപ്പർ മെത്തേഡിൽ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ട്രിക്ക് ഉള്ളപ്പോൾ എന്തിനാണ് പ്രോപ്പർ മെത്തേഡ് എന്ന് വിചാരിച്ചു. സോ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അറ്റംപ്റ്റ് ചെയ്യാം. സോ ക്വസ്റ്റ്യനുകൾ വായിച്ചു നോക്കുക, ഞാൻ ഫിഗറിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു ഗ്ലാസിൻ്റെ സ്ലാബാണ്. ഇതിലേക്ക് നമ്മളൊരു ലൈറ്റ് അടിച്ചു, കണ്ടോ, ഡിഗ്രിയിൽ ലൈറ്റ് അടിച്ചു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് റീഫ്രാക്ട് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒന്ന് ഇടിച്ചു. ആംഗിൾ ഓഫ് റീഫ്രാക്ഷൻ ഞാൻ ആൽഫയായിട്ട് അടയാളപ്പെടുത്തിയാണ് കേട്ടോ, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ഞാൻ ആൽഫയായിട്ട് അടയാളപ്പെടുത്തി. എന്നിട്ട് ഇവിടെ വന്ന് ഇടിച്ച ലൈറ്റ് എന്ത് ചെയ്യണടാ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ചെയ്ത് ഇതേ മീഡിയത്തേക്ക് തന്നെ തിരിച്ചു വരണം. അതായത് ഇവിടെ എന്ത് സംഭവിക്കണം, TIR അതല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ നമ്മളിവിടെ എത്ര ആംഗിളിൽ ലൈറ്റ് അടിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം സ്നെൽസ് ലോ ഈ സർഫസിൽ അപ്ലൈ ചെയ്യും, അതിനുശേഷം ഈ സർഫസിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് സർഫസിൽ അപ്ലൈ ചെയ്തു, കണ്ടോ, N1 sin I = N2 sin R. അപ്പോൾ ഇവിടെ N1 എന്ന് പറഞ്ഞാൽ എന്താ, എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്, ഈ മീഡിയത്തിൽ നിന്നല്ലേ, അതിൻ്റെ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, സോ μ1 എന്ന് എഴുതി. ക്ലിയർ. ഇവിടുത്തെ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ, അത് എഴുതി, ഈക്വൽ ടു എവിടേക്കാണ് ലൈറ്റ് പോയത്, ഇവിടേക്ക്, അതിൻ്റെ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 എഴുതി, ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റീഫ്രാക്ഷൻ ആൽഫയാണ്, സോ സൈൻ ആൽഫ എന്ന് എഴുതി. ക്ലിയർ. അതിനുശേഷം സൈൻ തീറ്റ = μ2/μ1 × സൈൻ ആൽഫ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ക്ലിയർ. ഫസ്റ്റ് സർഫസിന് ഇങ്ങനെയാണ് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. ഇനി സെക്കൻഡ് സർഫസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ആ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന സർഫസിൽ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളിവിടെ ക്രിട്ടിക്കൽ ആംഗിൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. ക്ലിയർ. ക്രിട്ടിക്കൽ ആംഗിൾ എടുത്തിട്ട് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് സർഫസിലേക്ക് ഇങ്ങനെ ലൈറ്റ് പോയി ഇടിക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിളാണെന്ന് വിചാരിക്കും. ഇവിടെ ഈ ആംഗിൾ എത്രയായിരിക്കും, ഇത് 90, ഈ ആംഗിൾ എത്രയാണ്, 90 - ആൽഫ. ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ക്ലിയർ. ശരി. അപ്പോൾ ഇത് ക്രിട്ടിക്കൽ ആംഗിളാണ് ലൈറ്റ് പോയി ഇടിക്കണമെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യും, റീഫ്രാക്ട് ചെയ്ത് സർഫസിൽ കൂടെ പോകും അല്ലേ. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് റീഫ്രാക്ഷൻ എത്രയാണ്, 90 ആയിരിക്കും, നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്നെൽസ് ലോ എഴുതുക. ക്ലിയർ. ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് സ്നെൽസ് ലോ എഴുതുമ്പോൾ എവിടെ നിന്ന് ലൈറ്റ് പോയത്, μ2 എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നല്ലേ, μ2-ൽ നിന്ന് അങ്ങോട്ടേക്ക് ലൈറ്റ് പോകണം. സോ μ2 ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര, 90 - ആൽഫ ഈക്വൽ ടു എവിടേക്കാണ് ലൈറ്റ് പോകുന്നത്, μ1 എന്ന മീഡിയത്തിലേക്കായിരുന്നു ലൈറ്റ് പോകുന്നത് അല്ലേ. സോ μ1 ഇൻറ്റു ഇവിടുത്തെ ആംഗിൾ ഓഫ് റീഫ്രാക്ഷൻ എത്രയാണ്, ആംഗിൾ ഓഫ് റീഫ്രാക്ഷൻ 90 ഡിഗ്രി. ക്രിട്ടിക്കൽ ആംഗിളിൽ ലൈറ്റ് അടിക്കുമ്പോൾ ആംഗിൾ ഓഫ് റീഫ്രാക്ഷൻ എത്രയായിരിക്കും, 90. സോ സൈൻ 90 എന്ന് എഴുതി. സൈൻ 91 ആണ്, അതായത് സൈൻ ആൽഫ അല്ലെങ്കിൽ സൈൻ 90 - ആൽഫന് എനിക്ക് എന്ത് എഴുതാം, കോസ് ആൽഫ എന്ന് എഴുതി കൂടെ. കോസ് ആൽഫ = μ1/μ2 എന്ന് കിട്ടി. ഇതാണ് എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ. ക്ലിയർ. ഇനി ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ കണ്ടോ, ഇത് ഉപയോഗിച്ച് ആൽഫ ഇതാണെങ്കിൽ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എനിക്ക് എന്ത് പറയാം, ആൽഫയുടെ അഡ്ജസൻറ്റ് സൈഡ് μ1 ആയിരിക്കും, ഹൈപ്പോട്ടന്യൂസ് μ2 ആയിരിക്കും അല്ലേ. അങ്ങനെയെങ്കിൽ ഈ ഒരു സൈഡ് എനിക്ക് കണ്ടുപിടിച്ചത് എന്തായിരിക്കുംടാ, μ2² - μ1² എന്ന് എഴുതിക്കൂടെ. ഓർണോ. ശരി. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, സൈൻ ആൽഫ കണ്ടുപിടിക്കാം. അതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ഇതിൽ സൈൻ ആൽഫ എന്താ പറഞ്ഞാൽ നിങ്ങൾ, ഇതിൽ സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്, μ2² - μ1² ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്, μ2. യെസ് ഓർണോ. ഇതായിരിക്കും നമ്മുടെ സൈൻ ആൽഫ. ഈ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തത് കേട്ടോ. സോ ഈ അപ്രോച്ച് ആയിരിക്കും ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് തോന്നി, ട്രിക്ക് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. ശരി. ക്ലിയർ. സോ നമുക്കിത് ചെയ്യുമ്പോൾ സൈൻ തീറ്റ എന്താണെന്ന് കിട്ടും, സൈൻ തീറ്റ = μ2 ഡിവൈഡഡ് ബൈ μ1 ഇൻറ്റു സൈൻ ആൽഫയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക, √ഓവർ μ2² - μ1² ഡിവൈഡഡ് ബൈ μ2 അല്ലേ, ഡിവൈഡഡ് ബൈ μ2. ഈ μ2 ക്യാൻസലായി. യെസ് ഓർണോ. ഈ μ1 ഉള്ളിലേക്ക് എടുക്കുക. μ1 ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, μ2ൻ്റെ താഴെ μ1² എഴുതണം, റൂട്ടിൻ്റെ അകത്ത് എഴുതുമ്പോൾ സ്ക്വയർ ചെയ്ത് എഴുതണം അല്ലേ, മൈനസ് ഇതിനെ കൂടെ ഡിവൈഡ് ചെയ്യേണ്ട. ആദ്യം μ2-നെ μ2² ഡിവൈഡ് ചെയ്തു, പിന്നെ ഇതെന്ത് ചെയ്യണം, അകത്തെടുക്കുമ്പോൾ μ1² കൂടെ ഡിവൈഡ് ചെയ്യണം. സോ μ1²/μ1² 1 എന്ന് കിട്ടും. ക്ലിയർ. ഇതിന് തീറ്റ എന്തായിരിക്കും, തീറ്റ ഈക്വൽ ടു എന്താണെന്ന് കിട്ടി നമുക്ക്, സൈൻ ഇൻവേഴ്സ് ഓഫ് μ2² / μ1² -1 എന്ന് കിട്ടി. അപ്പോൾ ട്രിക്ക് അനുസരിച്ച് നമുക്ക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്താ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ നോക്ക് ഈ തീറ്റ ആംഗിൾ അടിക്കുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക, നമ്മളെടുത്ത കണ്ടീഷൻ എന്താ, നമ്മളെടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്
ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ കണ്ടീഷൻ ഇവിടെ സംഭവിക്കുന്ന എടുത്തത് അല്ലേ. നമ്മൾ ഈ ഒരു ആംഗിളിൽ അടിക്കുകയാണെങ്കിൽ റീഫ്രാക്റ്റഡ് ലൈറ്റ് റേയും സർഫസിൽ കൂടെ കിടന്നു. പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് എന്താ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യമാണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കണം, നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളായിട്ട് എടുത്തിട്ട് ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇതിനേക്കാളും വലിയ ആംഗിളിലാണ് എന്ത് ചെയ്യുക, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുക. യെസ് ഓർ നോ? നമ്മളിവിടെ 90 മൈനസ് ആൽഫ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് എടുത്തു. അതിനേക്കാളും വലിയ ആംഗിൾ ഇവിടെ വരുമ്പോഴാണ് എന്ത് നടക്കുക, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ വലിയ ആംഗിൾ വരണമെങ്കിൽ ആൽഫയുടെ വാല്യൂ ചെറുതായിരിക്കണം. ആൽഫയുടെ വാല്യൂ ചെറുതാകണമെങ്കിൽ തീറ്റയുടെ വാല്യൂ ചെറുതായിരിക്കണം. ക്ലിയർ? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ട കാര്യം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാൻ 90 മൈനസ് ആൽഫ, ഈ ആംഗിൾ ചെറുതായിരിക്കണം. ഈ ആംഗിൾ വലുതായിരിക്കണം. ഇത് വലുതാവാനായിട്ട് ആൽഫ ചെറുതായിരിക്കണം. ആൽഫ ചെറുതാവുമ്പോൾ തീറ്റ എന്തായിരിക്കും, ചെറുതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഈക്വൽ സൈൻ എന്നുള്ളത് ലെസ് ദാൻ ആണെന്ന് ഇപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഓപ്ഷൻ സി ടിക്ക് ചെയ്യണം.